ബഹൂത്ത് ദിനോം കെ ബാദ് നാഗാർജുൻ്റെ ഒരു കവിതയാണ്. ബഹൂത്ത് ദിനോം കെ ബാദ് വളരെ നാളുകൾക്ക് ശേഷം. ആദ്യത്തെ 4 വരി നോക്കാം. ബഹൂത്ത് ദിനോം കെ ബാദ് അബ് കി मैंने जी भर देखी പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. കവി പറയാണ് ബഹൂത്ത് ദിനോം കെ ബാദ് വളരെ നാളുകൾക്ക് ശേഷം അബ് കി ഇപ്പോൾ മേനെ ജി ഭർ ദേക്കി ഞാൻ മനസ്സ് നിറയെ കണ്ടു. ജി എന്ന് വെച്ചാൽ മനസ്സാണ്. മനസ്സ് നിറയെ കാണാണ് എന്ത് പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. മുസ്കാൻ എന്ന് വെച്ചാൽ പുഞ്ചിരി. ഫസൽ എന്താണെന്ന് നമുക്കറിയാം, വിള എന്നാണ്. വിളകളുടെ പുഞ്ചിരി. അങ്ങനെയുള്ള വിളകളാണ് പക്കി സുൻഹലി വിളഞ്ഞ് പാകമായ. സുൻഹലി എന്ന് വെച്ചാൽ സ്വർണ്ണ നിറമുള്ള. പക്ന എന്ന് വെച്ചാൽ പാകമായ സ്വർണ്ണ നിറത്തിലുള്ള വിളകളുടെ പുഞ്ചിരി വളരെ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് മനസ്സ് നിറയെ കണ്ടു എന്ന് കവി പറയുകയാണ്. വളരെ നാളുകൾക്ക് ശേഷം തൻ്റെ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് ആ ഗ്രാമീണമായ മേഖലയുടെ സൗന്ദര്യം വർണ്ണിക്കുകയാണ് കവി. വളരെ പണ്ട് ഉണ്ടായിരുന്ന അതേ ഓർമ്മകൾ ഇപ്പോഴും കാഴ്ചയുടെ അനുഭൂതി കിട്ടുകയാണ് കവിക്ക്. വളരെ നാളുകൾക്ക് ശേഷം മനോഹരമായ പാടങ്ങൾ കാണുമ്പോൾ കവിയുടെ മനസ്സ് നിറയുകയാണ്. ബഹൂത്ത് ദിനോം കെ ബാദ് അബ് കി मैं जी भर सुन पाया दान कूटती किशोरियों की कोकिल कंडी तान. ബഹൂത്ത് ദിനോം കെ ബാദ്. ബഹൂത്ത് ദിനോം കെ ബാദ് വളരെ നാളുകൾക്ക് ശേഷം അബ് കി मैं जी भर सुन पाया ഞാൻ എന്ത് ചെയ്തു മനസ്സ് നിറയെ കേട്ടു. സുൻ പായ എന്ന് വെച്ചാൽ എന്താ കേട്ടു. എനിക്കിപ്പോൾ മനസ്സ് നിറയെ കേൾക്കാൻ സാധിച്ചു. ധാൻ കൂട്ടുത്തി. ധാൻ കൂട്ടണമെന്ന് വെച്ചാൽ നെല്ല് കുത്തുക എന്നാണ് അർത്ഥം. നെല്ല് കുത്തുന്ന കിഷോരിയോംകി. കിഷോരി എന്ന് വെച്ചാൽ കല്യാണം കഴിയാത്ത കുമാരികൾ എന്നാണ് അർത്ഥം. കോകിൽ കണ്ടി താൻ. താൻ എന്ന് വെച്ചാൽ നാദം. അവരുടെ വളരെ മധുരമുള്ള സ്വരം ഇപ്പോഴൊക്കെ മനസ്സ് നിറയെ കേൾക്കാൻ സാധിച്ചു എന്ന് കവി പറയാണ്. അതും വളരെ നാളുകൾക്ക് ശേഷം. കവി ഇവിടെ കേൾവിയുടെ അനുഭൂതിയാണ് വർണ്ണിക്കുന്നത്. നേരത്തെ വരികളിൽ കാഴ്ചയുടെ അനുഭൂതിയാണെങ്കിൽ ഇവിടെ കേൾവിയുടെ അനുഭൂതിയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലും കൃഷിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നാടൻ പാട്ടുകളുണ്ടല്ലോ. അതേപോലെ ആ നാടൻ പാട്ടുകൾ ആ ഒരു നൊസ്റ്റാൾജിയ കുറേ കാലങ്ങൾക്ക് ശേഷം കവി ഇപ്പോൾ മനസ്സ് നിറയെ കേൾക്കുകയാണ്. ബഹൂത്ത് ദിനോം കെ ബാദ് അബ് കി मैंने जी भर सूंघे मौलसिरी के डर डर से तासे टटके फूल. ബഹൂത്ത് ദിനോം കെ ബാദ് മണവുമായിട്ടുള്ള അനുഭൂതിയാണ്. ഗന്ധസേ ജുടി അനുഭൂതിയാണ് കവി ഈ അടുത്ത വരികളിൽ പറയുന്നത്. ബഹൂത്ത് ദിനോം കെ ബാദ് വളരെ നാളുകൾക്ക് ശേഷം കവി ജി ഭർ സൂങ്കെ എന്താ മനസ്സ് നിറയെ മണക്കുകയാണ്. മൽ സിരി എന്ന് വെച്ചാൽ ഇലഞ്ഞിയുടെ താസേ ടഡ്കെ ഫൂൽ പുതുപുത്തനായ പൂക്കളുടെ മണം. വഴിയിലുള്ള ആ ഇലഞ്ഞിപ്പൂക്കളുടെ ഡേർ എന്ന് വെച്ചാൽ കൂമ്പാര. വഴിയിലുള്ള നിറയെ പൂക്കളുടെ മണം കവി ഇന്ന് മനസ്സ് നിറയെ അനുഭവിക്കുകയാണ്. മനസ്സ് നിറയെ സന്തോഷിക്കുകയാണ്. ആ മണം കേട്ടിട്ട് നൊസ്റ്റാൾജിയാണ് കവിക്ക് തോന്നുന്നത്. ബഹൂത്ത് ദിനോം കെ ബാദ് അബ് കി मैं जी भर छू पाया अपनी गवई पगडंडी की चंदन वर्णी धूल. ബഹൂത്ത് ദിനോം കെ ബാദ്. ബഹൂത്ത് ദിനോം കെ ബാദ് വളരെ നാളുകൾക്ക് ശേഷം മനസ്സ് നിറയെ തൊട്ടു. ചൂപ്പായ തൊടാൻ സാധിച്ചു. എന്താണ് അപ്പനെ ഗവയി പകിടണ്ടി. പകിടണ്ടി എന്ന് വെച്ചാൽ ഒറ്റയടിപ്പാത. തൻ്റെ ഗ്രാമത്തിലെ ഒറ്റയടിപ്പാതയിലെ ചന്ദൻ വർണ്ണി ധൂൽ. ധൂൽ എന്ന് വെച്ചാൽ പൊടി. പൊടി അങ്ങനെയുള്ളതാണ്. ചന്ദൻ വർണ്ണിയാണ്. ചന്ദനത്തിൻ്റെ നിറമുള്ള പൊടിയെ ഇന്ന് തൊടാൻ സാധിച്ചു. കവിയുടെ സ്പർശനവുമായി ബന്ധപ്പെട്ട അനുഭൂതിയാണ് വിവരിക്കുന്നത്. സ്പർശ സേ ജുടി അനുഭൂതി വ്യക്ത കിയാ ഹെ. ബഹൂത്ത് ദിനോം കെ ബാദ് അബ് കി मैंने जी भर താൽ മഖാന ഖായ ഗന്നെ ചൂസെ ജി ഭർ. കവി ഇവിടെ സ്വാദിൻ്റെ അനുഭൂതിയാണ് പറയുന്നത്. കവി വളരെ നാളുകൾക്ക് ശേഷം താൽ മഖാന ഖായ. താൽ മഖാന എന്ന് വെച്ചാൽ ഒരു ഔഷധ ചെടിയാണ്. അത് കഴിച്ചു. ഗന്ന എന്ന് വെച്ചാൽ കരിമ്പാണ്. കരിമ്പ് മനസ്സ് നിറയെ കഴിച്ചു. ജ്യൂസിനാന്ന് വെച്ചാൽ അങ്ങനെ വലിച്ചെടുക്കുകയാണ്. നമ്മൾ കരിമ്പിൻ്റെ ജ്യൂസ് അങ്ങനെ വലിച്ചെടുക്കില്ലേ, അതാണ്. വളരെ നാളുകൾക്ക് ശേഷമാണ് കവി ഇത് രണ്ടും ടേസ്റ്റ് വീണ്ടും ഓർക്കുന്നത്. ആ സ്വാദൊക്കെ കവി പണ്ടത്തെ സ്വാദൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുകയാണ് വീണ്ടും. ബഹൂത്ത് ദിനോം കെ ബാദ് അബ് കി मैंने जी भर भोगे गंध रूप रस शब्द स्पर्श സബ് സാത്ത് സാത്ത് ഇസ് ഭൂപർ. ബഹൂത്ത് ദിനോം കെ ബാദ്. വളരെ നാളുകൾക്ക് ശേഷം കവി തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി. ഗന്ധം മണം, രൂപച്ച രൂപം, രസ് രസം, ശബ്ദ് സ്പർശത്തിൻ്റെ ഒക്കെ അനുഭൂതി വീണ്ടും. ഭൂന്ന് വെച്ചാൽ ഭൂമി. ഈ ഭൂമിയിലുള്ള വീണ്ടും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ആസ്വദിച്ചു എന്നാണ് കവി പറയുന്നത്. കവി ഒരിക്കൽ കൂടി മനസ്സ് നിറയെ ജീവിച്ചു. മറ്റൊരിടത്തും കിട്ടാത്ത ഇത്രയും നല്ല
അനുഭൂതികൾ കവിക്ക് ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തിയിട്ട് തിരിച്ചു കിട്ടി. കവി ഒന്നും കൂടി മനസ്സ് നിറയെ ജീവിച്ചു എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. അതും വളരെ നാളുകൾക്ക് ശേഷം.